പി.വി. അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമായി എടുക്കുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. സർക്കാർ എല്ലാ വശവും പരിശോധിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അവരുന്നയിച്ച കാര്യം പത്രത്തിലൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്, വാർത്ത വന്നിട്ടുണ്ട്. അതെല്ലാം കോൺഗ്രസ്സാണ് മറുപടി പറയേണ്ടത്. അതായത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവരിന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കോൺഗ്രസ്സാണ് മറുപടി പറയേണ്ടത്. എം സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, പി.വി. അൻവറിന്റെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തൽ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ഈ വിഷയം ഗൗരവമായി എടുക്കുന്നുവെന്നും എല്ലാ വശവും സർക്കാർ പരിശോധിക്കുമെന്നുമാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെച്ചത്. തീർച്ചയായും ആര്യ, തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ മറുപടി നൽകിയത്. പി.വി. അൻവർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളെ കുറിച്ചായിരുന്നു മാധ്യമങ്ങളുടെ പ്രധാന ചോദ്യം. അതിന് CPM സംസ്ഥാന സെക്രട്ടറി നൽകിയ ഉത്തരം ഈ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ ഗൗരവമായി തന്നെ പരിശോധിക്കും എന്നുള്ളതാണ്. അത് പാർട്ടിയും സർക്കാരും ഈ ആരോപണങ്ങൾ പരിശോധിക്കും. അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രമായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ള നിലപാടാണ് ഇപ്പോൾ CPIM വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ആദ്യമായാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള നിലപാട്, വളരെ വ്യക്തമായ ഒരു നിലപാട് തന്നെ പ്രഖ്യാപിക്കുന്നത്. കാരണം ഈ പി.വി. അൻവർ നടത്തിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ചർച്ചയായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ആരോപണങ്ങളെ നിസ്സാരമായി കാണുന്നില്ലെന്നും അത് ഗൗരവമായി തന്നെ പരിശോധിക്കും എന്നുള്ള CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എം.വി. ഗോവിന്ദൻ മാസ്റ്ററോട് മാധ്യമപ്രവർത്തകർ ആരാഞ്ഞത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന സിമി റോസ്ബെൽ ജോണിൻ്റെ ആരോപണങ്ങളെക്കുറിച്ചായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളെക്കുറിച്ചായിരുന്നു. അതിന് ഇത്തരത്തിലുള്ള സിമി റോസ്ബെൽ നടത്തിയിട്ടുള്ള ആരോപണത്തിൽ കോൺഗ്രസ് നേതൃത്വം കൃത്യമായ മറുപടി പറയണം എന്നാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ആരോപണം ഉന്നയിക്കുന്നവരെ പുറത്താക്കുക എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ CPM അല്ല, ആദ്യം കോൺഗ്രസ് നേതൃത്വം കൃത്യമായ മറുപടി പറയാൻ തയ്യാറാകണം എന്നാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആര്യ, തീർച്ചയായും വിവരങ്ങൾ നൽകുകയായിരുന്നു എം സന്തോഷ്. എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ ഒരിക്കൽ കൂടി. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അവരുന്നയിച്ച കാര്യം പത്രത്തിലൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്, വാർത്ത വന്നിട്ടുണ്ട്. അതെല്ലാം കോൺഗ്രസ്സാണ് മറുപടി പറയേണ്ടത്. അതായത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവരിന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കോൺഗ്രസ്സാണ് മറുപടി പറയേണ്ടത്. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അവരുന്നയിച്ച കാര്യം പത്രത്തിലൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്, വാർത്ത വന്നിട്ടുണ്ട്. അതെല്ലാം കോൺഗ്രസ്സാണ് മറുപടി പറയേണ്ടത്. അതായത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവരിന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കോൺഗ്രസ്സാണ് മറുപടി പറയേണ്ടത്. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും